ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണ്. അപ്പോൾ മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2-3 ദിവസമായിട്ട് മഴക്കാറൊക്കെ മൂടി ഇരുട്ടായിട്ട് നിൽക്കിയിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഉഷാറായിട്ട് മഴ ഒന്ന് പെയ്തത്. അപ്പോൾ ഈ മഴയത്ത് നല്ല ചൂടോട് കൂടി ഒരു ചായയും അതിൻ്റെ കൂടെ ഒരു സ്നാക്സും ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ഒരു രസമായിരിക്കും. മഴ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണമായിട്ട് അങ്ങോട്ട് തോർന്നു. പക്ഷേ സ്നാക്സിൻ്റെ കാര്യം അങ്ങനെ പെട്ടെന്ന് നമുക്കങ്ങ് വിടാൻ പറ്റൂലല്ലോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാസ് കിച്ചൻ. അമ്മ എന്തോന്നൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കുന്നൊക്കെ പറയാൻ ചോദിച്ചോക്കാം. അപ്പം മോന് പറഞ്ഞതുപോലെ തന്നെ ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണിത്. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വനിതയിൽ നിന്ന് വായിച്ചതാണിത്. അപ്പോൾ അന്ന് ഞാൻ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇത് ഉണ്ടാക്കിയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എഗ് സ്കോച്ച് എന്നാണ് കേട്ടോ ഈ സ്നാക്സിൻ്റെ പേര്. എഗ് കോൺ എന്നും പറയാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതുതായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇതിനായിട്ട് ഒരു കപ്പ് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 കോഴിമുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഒരു സവാള, 5 ഇല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്. എരിവ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഒരു പച്ചമുളക് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി പാൻ ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് വെജിറ്റബിൾസ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ളു ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതുകൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കടലപ്പരിപ്പ് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇനി വേവിച്ച് വെച്ച ചിക്കനിന് ഒരു 2-3 പീസ് എടുത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് സ്കോച്ചിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ വേവിച്ച് വെച്ച പരിപ്പ് ഒരു അരിപ്പയിലിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം മാത്രം ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. നേരത്തെ കാണിച്ച 6 കോഴിമുട്ടയിൽ നിന്നും 4 പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മുട്ട മുഴുവനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് കബാബിൻ്റെ പോലെ, എഗ്ഗ് കബാബ് എന്ന് പറഞ്ഞാൽ തേങ്ങാമുറി, അതുപോലെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നത്. വേവിച്ചെടുത്ത കടലപ്പരിപ്പ് മിക്സിയിലിട്ട് അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയും വെജിറ്റബിൾസും ഒന്നും അധികമാവാൻ പാടില്ല. നമ്മുടെ പരിപ്പുവടൻ്റെ പാകത്തിന് നമുക്ക് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഇത് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കടലയിൽ വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാനെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം, എന്തെങ്കിലേ നമുക്കിത് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. നേരത്തെ മാറ്റി വെച്ച 2 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കട്ലറ്റൊക്കെ കോട്ട് ചെയ്യൂലേ, അതുപോലെ വേണം ഇത് കോട്ട് ചെയ്യാനായിട്ട്. ഇനി ഓരോ ബോൾസ് ആക്കി എടുത്ത് കയ്യിലിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇനി പരിപ്പുവടക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കണം. എന്നിട്ട് കട്ട് ചെയ്ത മുട്ട കൂടി വെച്ചു കൊടുക്കാം. ഇനി മുട്ട പുറത്തേക്ക് കാണാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത ശേഷം റസ്ക് പൊടിയിലിട്ടും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ മാത്രം ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് റെഡിയായ ശേഷം കോരി മാറ്റാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളവ കൂടി ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയ എഗ്ഗ് സ്കോച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ എൻ്റെ ഷെസൂനും ഷിഫൂനും ഞാൻ കഴിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ ഷിഫൂൻ്റെ മടിയിലിരുത്തി ഷെസൂന് കൊടുക്കാം കേട്ടോ. പിന്നെ അവനൊരാഗ്രഹം സോസിലൊക്കെ മുക്കി തനിയെ കഴിക്കണമെന്ന്. അപ്പോൾ അവന് സോസിലൊക്കെ മുക്കി തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ആയിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.